78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22 അംഗ ടീമിനെ പ്രതിരോധ താരം ജി സഞ്ജു നയിക്കും. ഈ മാസം 20-ന് കോഴിക്കോടാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. യുവതാരങ്ങൾക്കും പരിചയസമ്പന്നർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ടീമിനെയാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ പ്രഖ്യാപിച്ചത്. 78ാമത് സന്തോഷ് ട്രോഫി ടീം ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് നമ്മളുടെ ഗോൾ കീപ്പർമാർ അജ്മൽ എസ് പാലക്കാട്, മുഹമ്മദ് അഷർ കെ മലപ്പുറം, മുഹമ്മദ് നിയാസ് കെ പാലക്കാട്, ഡിഫൻഡേഴ്സ് മുഹമ്മദ് അസ്ലം വയനാട്, ജോസഫ് ജസ്റ്റിൻ എറണാകുളം, ആദിൽ അമൽ മലപ്പുറം, മനോജ് എം ട്രിവാൻഡ്രം, മുഹമ്മദ് റിയാസ് PT. അവസാന 2 സീസണിൽ നിറം മങ്ങിയ പ്രകടനമായിരുന്നു കേരള ടീമിന്റേത്. 7 തവണ ചാമ്പ്യന്മാരായ കേരളത്തിന് സെമിയിലെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ പൂർണ്ണ പ്രതീക്ഷയിലാണ് കേരള സ്ക്വാഡ്. എതിരാളികളുടെ പ്രതിരോധത്തിലെ പാളിച്ചകൾ മനസ്സിലാക്കി ആക്രമണ ഫുട്ബോളിന് പ്രാധാന്യം നൽകിയാകും ടീം കളത്തിലിറങ്ങുകയെന്ന് പ്രധാന പരിശീലകൻ ബിബി തോമസ് മുട്ടത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷകളാണ് കേരളം ടീമിനുള്ളത്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് മാച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ 3 മത്സരങ്ങളാണ് നമുക്ക് ഫസ്റ്റ് റൗണ്ടിലുള്ളത്. നല്ല കളി കാഴ്ചവെച്ച് മുന്നോട്ട് ഓൾ ഇന്ത്യ റൗണ്ടിലേക്ക് കടക്കുമെന്ന് 100% നമുക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കും. ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പരിമിതമായിട്ടുള്ള സമയമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അത് പാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. സന്തോഷ് ട്രോഫിക്കായി 5ാം തവണ ബൂട്ട് കെട്ടുന്ന നായകൻ സഞ്ജുവും വലിയ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷ നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്. നല്ലൊരു സ്കോഡാണ് ഈ പ്രാവശ്യം നമുക്ക് ടീമിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ 100% ഗ്രൗണ്ടിൽ ഇട്ടിട്ട് നമുക്കിപ്പോൾ ഈ ഫസ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് നല്ല രീതിയിൽ കടന്നാലാണ് നമുക്ക് ഓൾ ഇന്ത്യക്ക് ഇത്തിരി കൂടി ബെറ്ററായിട്ട് പ്രാക്ടീസ് പരമായാലും എല്ലാ പരമായാലും ബെറ്ററായിട്ട് ചെയ്യാനും ഇതാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇത് നല്ല രീതിയിൽ എല്ലാ പ്ലേയേഴ്സും അതേ നല്ല സീരിയസ്നെസ് ആയിട്ട് കണ്ടിട്ട് നല്ല രീതിയിൽ ഈ ഒരു സ്റ്റേജ് 3 മാച്ചാണ് നമുക്കുള്ളത്. ആ 3ഉം നല്ല റിസൾട്ടോട് കൂടിയിട്ട് മുമ്പോട്ട് പോകണം. സൂപ്പർ ലീഗ് കേരള പോലുള്ള ലീഗ് മത്സരങ്ങൾ താരങ്ങളുടെ കരിയറിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നതായും പരിശീലകൻ ബിബി തോമസ് പറഞ്ഞു. കോച്ചസിന് ടീമിനെ സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം ഗുണം ചെയ്തു. എന്നുവെച്ചാൽ അത്രയും ടഫ് മാച്ചസ് ആണ് ആ കുട്ടികൾ കളിച്ചിരുന്നത്. ആ പ്ലെയേഴ്സിന് ആ ഒരു മാച്ച് എക്സ്പീരിയൻസ് വളരെയധികം ഗുണം ചെയ്തു. ആ മാച്ച് എക്സ്പീരിയൻസിൻ്റെ ആ ഒരു പ്രഷർ എങ്ങനെയാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണകരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. തീർച്ചയായും അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വന്നിട്ടുള്ള കുട്ടികളാണ് ഇതിൽ ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത്. തീർച്ചയായും സൂപ്പർ ലീഗ് പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് സന്തോഷ് ട്രോഫി കളിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. ഗോൾ കീപ്പർ എസ് ഹജ്മലാണ് ടീമിന്റെ ഉപനായകൻ. 17-കാരനായ മുഹമ്മദ് റിഷാദ് ഗഫൂറും ടീമിൽ ഇടം പിടിച്ചു. ഈ മാസം 20 മുതൽ 24 വരെ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കേരളത്തിന്റെ യോഗ്യതാ മത്സരങ്ങൾ. 20-ന് ആദ്യ യോഗ്യതാ മത്സരത്തിൽ കേരളം റെയിൽവേസിനെ നേരിടും. ന്യൂസ് മലയാളം, കോഴിക്കോട്.